യൂറോപ്പിന്റെ കളിമുറ്റത്ത് കാലിൽ പന്ത് കുരുത്ത് ഒരു കൗമാരക്കാരൻ നടനമാടുകയാണ്. അങ്ങകൽ അമേരിക്കയിൽ ഒരു 37കാരൻ ഫുട്ബോളിൽ പൂർണ്ണത കൈവരിച്ച് പിന്നെയും ഗോളടിച്ചു കൂട്ടുകയാണ്. ഈ രണ്ടുപേരെക്കുറിച്ചുമാണ് ഇന്നത്തെ ദിവസം ലോക ഫുട്ബോൾ സംസാരിക്കുന്നത്. ലമീൻ യമാലും ലയണൽ മെസ്സിയും. 10-16 വർഷം മുൻപ് ഇവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട്. അതും അറിയാം. ലയണൽ മെസ്സിയുടെ ഉള്ളം കൈയിൽ ദാ ഒരു കുഞ്ഞ്. 16 വർഷം മുൻപുള്ള ഫോട്ടോയാണിത്. 2007 ഡിസംബറിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യുനിസെഫുമായി സഹകരിച്ച് ഒരു സ്പാനിഷ് മാധ്യമം പുറത്തിറക്കിയ കലണ്ടറിന് വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടിലെ ചിത്രങ്ങളാണിത്. മെസ്സി അവനെ കുളിപ്പിച്ചു, കൈയിലെടുത്ത് താലോലിച്ചു. നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ അവനെന്ന് മെസ്സിയെ നോക്കി. 2024 ജൂലൈ 10 യൂറോ കപ്പിലെ സെമി ഫൈനൽ. കരുത്തരായ ഫ്രാൻസിനെതിരെ സ്പാനിഷ് പട 1 ഗോളിന് പിന്നിൽ. അൽവാരോ മൊറാട്ട നൽകിയ പന്തുമായി മുന്നോട്ട് കയറി ബോക്സിന് തൊട്ടു മുന്നിൽ നിന്നൊരു 16കാരൻ പൊടുന്നനെ വെട്ടിച്ചൊരു പന്ത് തൊടുത്തു. ഫ്രഞ്ച് പോസ്റ്റിന്റെ വലതുമൂലയിൽ പന്ത് വിശ്രമിക്കുമ്പോൾ അവൻ വായുവിലേക്ക് കൈകൾ ഉയർത്തി ഗാലറിയെ അഭിവാദ്യം ചെയ്തു. ലമീൻ യമാൽ എന്ന ഇതിഹാസ പിറവി എന്ന് ലോകം അടക്കം പറഞ്ഞു തുടങ്ങി. 16 വർഷങ്ങൾക്ക് മുൻപ് മെസ്സി കുളിപ്പിക്കുകയും താലോലിക്കുകയും ചെയ്ത അതേ പൈതൽ ലമീൻ യമാൽ. യമാലിന്റെ ഗോളിന് ശേഷം 4 മണിക്കൂർ മാത്രം പിന്നിട്ടപ്പോൾ കോപ്പ അമേരിക്കയിൽ അർജന്റീന കാനഡ സെമി ഫൈനൽ മത്സരം. 51-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ ഗോൾ വലയിലേക്കുള്ള ഷോട്ട് മെസ്സിയുടെ കാലിൽ തൊട്ടിരുമി പോസ്റ്റിലേക്ക്. അന്താരാഷ്ട്ര കരിയറിലെ 109ാമത് ഗോൾ മെസ്സി ഇന്ന് നേടി. മെസ്സിയും യമാലും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഫുട്ബോൾ ആരാധകർക്കിടയിൽ തരംഗമാവുകയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്താണ് മെസ്സി കപ്പുയർത്തിയത്. ഇപ്പോൾ മെസ്സിയുടെ ആരാധകർ ഇങ്ങനെ പറയുന്നു: മെസ്സി മാത്രമല്ല, മെസ്സി കുളിപ്പിച്ച കുഞ്ഞും ഫ്രാൻസിനെ വെള്ളം കുടിപ്പിക്കുകയാണ്. മഹേഷ് പോലൂർ, സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.